അല്ല, നായർക്ക് ഓർമ്മയുണ്ട്. അയിനിച്ചോട്ടിലെ ഐശക്കുട്ടി, തെക്കേമടത്തിലെ സരോയിനി, പുളിക്കലെ നാണി, അങ്ങനെ എത്ര എണ്ണ ഇവിടെ കെട്ടിയോന്നുള്ളാണ്ട് പറ്റിക്കണ്. അന്നൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വെട്ടാനും കുത്താനും നടക്കണവരുടെ കൂട്ടത്തിലും അങ്ങനെ ജനിച്ചവരുണ്ട്. ഒരു ജീവൻ ഭൂമിയിലേക്ക് വരുന്നതിന് 1000 പേരാ ചാവാ നിക്കണം. ഇനിയിപ്പോ 144 വരുമെന്നാ തോന്നണത്. അല്ലോ, അതെന്താ അലാക്കിന്റെ കണക്കാണ്? ആളെ മക്കാറാക്കേണ്ട കാര്യം പറയുന്നായരെ. അത് പോലീസ് നിയമത്തിലൊരു വകുപ്പാ. 4 കൂടുതൽ കൂടി നിൽക്കാൻ പാടില്ല. അത് തരക്കേടില്ലല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് 908 പാസ്സാക്കി കൂടായിരുന്ന. ഈ പുകിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചെറിയമ്പൂരി എവിടെ പോയി കിടക്കണ പടച്ചോനെ. രാത്രി 8 മണിവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച. വെളുപ്പിന് നേഴ്സ് വന്ന് നോക്കുമ്പോ ആളില്ല. ഏതാ അടിപിടി കേസിലുമായിട്ട് അഡ്മിറ്റ് ചെയ്തതാ? അതെ അതെ. മാറിയുന്നേ 64 നമ്പർ ബെഡിലെ നാരായണ നമ്പൂരി. അയാളെ കാണാതായിരിക്കെ. ഇന്ന് നാരായണ നമ്പൂരിയുടെ ആരാ? കൂട്ടുപൈസ എടുത്ത് തടപ്പള്ളിയിൽ വെച്ചിട്ടുണ്ട. ഓ, എന്താ വിളിച്ച പറ? ചെറിയമ്പൂരി ആശുപത്രിയിൽ കാണാതായിരിക്കും. പാതിര വരെ അവിടെ ഉണ്ടായിരുന്നു അത്രേ. നേരെ വെളുത്തപ്പോ കാണാനില്ല. എന്നിട്ട് പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇത് അവന്മാർ ചെയ്ത പണിയാ. ആശുപത്രി തട്ടിക്കൊണ്ട് പോയായിരിക്കും. ഇതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ല. വാ. എന്താ തിരുമതി? നാരായണന് നിങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയിരിക്കണമെന്നാ സംസാരം. എന്താ മിണ്ടാത്തത്? നിങ്ങൾ സമുദായത്തിന്റെ മൂപ്പനല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ കശാപ്പുകാരന്റെയും ബിഷാ തട്ടിപ്പുകാരന്റെയും മന്ത്രവാദിന്റെ ഒക്കെ കയ്യില. എന്നാലും മൂപ്പം പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അധികവും അല്ലേ? നമ്മൾ എന്താ വേണ്ടത്? തിരുമേനി തന്നെ പറയും. ഒരപേക്ഷ എനിക്കുള്ളൂ. നിരോധമില്ലാച്ച എന്റെ മകന്റെ ജഡയെങ്കിലും ഒരു നോക്ക് കാണാൻ എനിക്കൊരവസരം തരിക. പിന്നീടൊരിക്കലും അവനെ കാത്തിരിക്കണ്ടല്ലോ. മൂപ്പൻ എന്താ പറഞ്ഞു വെച്ചാ? ഒന്നും പറഞ്ഞില്ല. അമ്മയോട് എന്താ പറയണ്ടെന്നാ നിശ്ചയില്ലാത്തത്. അവിടുന്ന് വിഷമിക്കരുത്. മക്കൾ ചെയ്യണ കുറ്റങ്ങള് സഹിക്കുന്നത് പോലെ മക്കളോട് മറ്റുള്ളവർ ചെയ്യണതും സഹിക്കണ്ടേ? എന്നാലും നമ്മുടെ മോൻ ഈ നാട്ടിലെ എല്ലാവരും ഒരു കാലത്ത് നമ്മുടെ അന്നം കഴിച്ച് വളർന്നതല്ലേ. ആ നിലയ്ക്ക് നമ്മുടെ മക്കൾ തന്നെ നാരായണനും നാരായണനെ ദ്രോഹിക്കണവരും. എനിക്ക് മനസ്സിലാവണില്ല. ഇത് സ്വബോധത്തിൽ നിന്നുണ്ടായ വാക്കുകളോ അതോ സുഹറ എന്നെ ഏൽപ്പിച്ച ഈ കത്ത് മാത്രം മതി എനിക്ക് എന്റെ നിരപരാധം തെളിയിക്കാൻ. പക്ഷേ നിന്റെ തീരുമാനം അറിയാനാണ് സുഹറ പോലും അറിയാതെ ഞാനിപ്പോ ബാംഗ്ലൂർക്ക് വന്നത്. അവളിനി എന്ത് ചെയ്യണം? എനിക്കിപ്പോ ഞാനാണെന്ന് അവൾ മറ്റാളൊന്നും പറഞ്ഞു? ഇല്ല. ഇതിന്റെ പേരിൽ
ബാപ്പ അവളെ തല്ലി ചാച്ചിട്ടും ഒരു നാട് മുഴുവൻ ലഹളയുടെ വക്കത്തെത്തിയിട്ടും അവൾ നിന്റെ പേര് പറഞ്ഞില്ല. നാരായണ, സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. സുഹൃത്ത് നല്ല കുട്ടിയാ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് അവൾ ചെയ്യില്ല. തെറ്റെന്റേതാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നും സുഹൃത്തുക്കളെ പോലെ മാത്രം പെരുമാറാൻ ഞങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു. പഠിപ്പ് പൂർത്തിയാക്കി ഞാൻ നാട്ടിലെത്തും വരെ ഈ ബന്ധത്തെക്കുറിച്ച് ആരും അറിയരുതെന്ന് ഞാൻ സുഹൃയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ ആമയുടെ കല്യാണത്തിന്റെ തലേന്ന് പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസ്. തെറ്റും ശരിയൊന്നും അപ്പൊ ഞാൻ ആലോചിച്ചില്ല. ഈ തെറ്റ് ശരിയാക്കാൻ ഇനി നിനക്കേ കഴിയൂ. നീ എന്നോടൊപ്പം വരണം. സുഹൃയെ, നിനക്ക് ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ കുറ്റവാളികളെ ഉടൻ കണ്ടെത്തുക, വർഗീയ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, നാരായണന്റെ തിരോധാനം പോലീസ് അന്വേഷിക്കുക. കടകൂട്ടുന്നില്ലേ? എന്തിനാ കൂട്ടുന്നത്? ഞാനിതിൽ രണ്ടിലും പെട്ട ആളല്ലല്ലോ. അതും പറഞ്ഞിട്ടിരുന്നോ? കടാരിക്ക് മോഹനാണ് അറിയില്ല കേട്ടാ. ഇതായിരിക്കോ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, വർഗീയ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, പോലീസ് ഭീതി പാലിക്കുക. ഹലോ, ഇതെന്റെ പൊന്നാങ്കട്ട സലീമല്ലേ? മോനെ, ഏത് വഴിക്ക് പോന്നെ പൊന്നുങ്കട്ടെ? ഏതായാലും പടച്ചം കാത്ത്. എന്താ ആ ചെറിയമ്പൂരിനെ കാണാണ്ടുള്ള പുക്കാറ് ഒന്നും പറയണ്ട, ആകെ കുഴപ്പമായിട്ട് കിടക്ക. നമ്മുടെ നാട്ടില് വെട്ടും കുത്തും. ഓ, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഈ മനുഷ്യനക്ക്. ഭോജരാജാവ് തമ്പുരാനെ നമ്മൾ എന്തായി കാണുന്നത്? പടച്ചോനെ, നിങ്ങളൊന്ന് അപ്പുറത്തോട്ട് വരി. എന്താ നീ കാര്യം പറ. കാര്യമൊക്കെ പിന്നെ പറയാൻ വരാൻ പറഞ്ഞില്ലേ? വരി. ഇത് വല്ലാത്ത മുസീബത്തായല്ല. മനുഷ്യന് സമാധാനം തരില്ലെന്ന് വെച്ചാ ദാ മുറ്റത്ത് നിൽക്കണ് സമാധാനം കൊണ്ടുവന്ന ആള്. ആരാ? ആ ചെറിയമ്പൂരി. അല്ല മോണ, കൂടെ നമ്മുടെ മോനും ഉണ്ട്. അങ്ങോട്ട് വന്ന് നോക്കുന്നു. എന്റെ പഠിച്ചോനി എവിടെയായും നിങ്ങൾ ഇതുവരെ? നിങ്ങളെ കോളേജിലെ മനുഷ്യന്മാരുടെ തമ്മിൽ ചാകാൻ നിൽക്കുകയാണ്. ഒരു പെണ്ണിനെ കുഴപ്പത്തിലാക്കിയാലും പോരാ, നാട് മുഴുവൻ കുട്ടിച്ചോറാക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? ബാബാ, നീ എന്തിനാ പഠിത്തവരുടെ ടിപ്പം കൊണ്ടുവന്നത്? ഒന്നും ഉണ്ടാണ്ടിരിക്കുന്നുണ്ടാ? വെട്ടുകൂടി ചാവണൊരു ചാവട്ടെന്ന്. ചെറിയമ്പൂരി പക്ക ഇല്ലത്തോട്ടില്ല. ആ തമ്പുരാട്ടിക്ക് ജീവൻ വെക്കട്ടെന്ന്. വന്നെല്ലാം വന്ന് ഇനി വീട്ടുകാരെ കൂടെ വിഷമിപ്പിക്കണ്ട. വെക്കം ചെല്ല്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, സമയം വഹിക്കണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, എല്ലാരും കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പോവാ. നല്ല കാര്യായി. മനുഷ്യന്മാര് കലിമൂത്ത് ബോധമല്ലാണ്ട് നടക്ക. എന്നെ ആരും ഒന്നും ചെയ്യില്ലമ്മ. നിങ്ങൾക്കൊക്കെ പെറ്റ വേറിന്റെ ബല അറിയൂല. ചെറിയമ്പൂരി ഇല്ലത്തോട്ടില്ലേ? മോനെ സലീമേ, ജൂടി ചെല്ലു. വേണ്ട സലീം, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇത് നമ്മുടെ നാടല്ലേ. പറയാൻ ഒരു തവണയെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. സതി, പടച്ചോനെ, നിങ്ങളിങ്ങനെ നടന്നിട്ടെന്താ കാര്യം? എവിടെയെങ്കിലും ഒന്ന് കുത്തിരിക്കേ. നിങ്ങൾക്ക് വർത്താനം പറയും. അങ്ങനെ ഇരിക്കാൻ പറ്റണില്ലാന്ന്. എന്താണിത്? കളിക്കുന്ന കളിയാണ്. ഇങ്ങനെ ഒരു ഭൂതിയോടുണ്ടായിരുന്നെങ്കിൽ നമ്മോട് നേരിട്ട് പറയാറുന്നല്ലോ. നമ്മളെ ബാപ്പയല്ലേ, നമ്മൾ തന്നെ നേരിട്ട് സീതാലിക്കാരുടെ പെൺകുട്ടീനെ ചോദിക്കുമായിരുന്നല്ലോ. പക്ഷെങ്കിലേ ഇവന്റെ ഒക്കെ മാർഗം വേറെ ആയിപ്പോയി.
ഷെയ്സാന്റെ. ഏതായാലും ഒരു തെറ്റാ എനിക്ക് പറ്റി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നീമുണ്ടാണ്ടിരിക്കേ. ബാപ്പ, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ശുഭരെ കെട്ടാൻ ഞാൻ തയ്യാറാണ്. ബാപ്പ സേതാലിക്ക് കണ്ട് മതിയടാ, നിർത്ത്. വളർത്തി പഠിപ്പിച്ച് വലുതാക്കിന്റെ കൂടെ നീ നമുക്ക് എന്നല്ല. അത് മതി. ഇനി എന്താ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചോളാം. അവസാനം ആറ്റിന്റെ പുറകെ കാണുന്ന കുറുക്കന്റെ ജയിൽക്കാവും എന്റെ കഥ. നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. അതാണ് മുതലേറി ഞാനും പറഞ്ഞേ. സംഗതി ഒക്കെ ശരി തന്നെ. മൂപ്പം മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം? നമ്മൾ ഉദ്ദേശിച്ച ഒരു പരിപാടിക്കാണ് റെഡിയല്ലല്ലോ. അത് ശരിയാ. ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ്. വരുന്നേ. ആ ചെറിയ പേര് ചത്തിട്ടില്ല. എന്നിട്ട് എവിടെ പോകണം? ഇല്ലത്തേക്കുള്ള വഴി കൂടെ ഒറ്റയ്ക്ക് പോകാൻ തന്നു. ഇതാണ് പറ്റിയ സംഘം. ഇപ്പൊ ചെന്നാൽ ആ പറഞ്ഞു ഇട്ട് കുടിക്കാം. വരേ. പൊന്നാ നമ്മുടെ ചെറിയ പരിപാടി ചേർത്തിരിഞ്ഞോ? നമ്മുടെ ചെറിയ പുരി വന്നിരിക്കുന്നു. ആര്? ചെറിയമ്പുരി. അയ്യോ, കൂടെ സല്ലപിക്കുന്നുണ്ട്. എന്റെ കർത്താവ്, എന്തായി കേക്കണേ? അതെ, ഓ പാടം കയറി ഇല്ലത്തേക്ക് പോകാൻ പറയുന്നത്. നിങ്ങൾ അതുവരെ ഈ വഴിക്ക് വയ്ക്കോ. ഇടയ്ക്ക് ഓ, ഒന്ന് വേണമാക്കി. അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സതി. നാരായണൻ പോയതിനു ശേഷം അമ്മയുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. അമ്മയ്ക്കുള്ള മരുന്ന് ഇത്. ഇനി ഇതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതെന്താ? അമ്മയുടെ രോഗം മാറ്റാൻ ഞാൻ വന്നല്ലോ. അമ്മയുടെ മാത്രമല്ല, പിന്നെ ബാക്കിയുള്ളത്. മൂപ്പയിലൂടെ എന്താ വരുന്നത്? ചെറിയമ്പൂരിനെ തല്ലാൻ പോയിട്ടുണ്ട്. ആര്? സിദ്ധിക്ക് മമ്മൂട്ടിയും. പാപ്പ പാപ്പ ഞാൻ വരാം.
പട്ടികളെ നാളുണ്ടായിരുന്നു നിനക്കൊക്കെ വലിയ ബ്രഹ്മന്മാര് എല്ലാരും കൂടി ചേർന്നൊരു പാവം മനുഷ്യനെ തല്ലിച്ചതയ്ക്ക സമുദായത്തിന് നാണക്കേട് വരുത്തി വയ്ക്കാൻ. മൂപ്പനെ ഇടപെടണ്ട. മൂപ്പനല്ലല്ലോ അന്യജാതിക്കാരോടാണല്ലോ സ്നേഹം. പക്ഷെ ഇവന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചേക്കണ്. ഇവൻ സൂര്യനെ പേപ്പിച്ചവനാണ്. നമ്മുടെ സമുദായത്തിലെ നാണം കെടുത്തിയവൻ. ഇവനെ നമ്മൾ വെറുതെ പോയാൽ സമ്മതിക്കൂല. ഷോറാനെ ഇടങ്ങേറിലാക്കിയവനാണല്ല നിനക്ക് തല്ലേണ്ടത്. അതെ, എങ്കെങ്കിലും തല്ലേണ്ടത് ഈ പാവം നമ്പൂരിച്ചക്കനല്ല. ഇതാ നിക്കണേ നമ്മുടെ മോൻ സലീം. ഓണത്തല്ലേ ഓനാണ് ഷോറാനെ പേപ്പിച്ചത്. എന്താ ആരും അനങ്ങാത്തത്? ആർക്കും തല്ലണ്ടേ? ഷുറാനെ പേപ്പിച്ചവനെ ആർക്കും തല്ലേണ്ടെന്ന് എന്നാ കേട്ടോളേ, നമ്മുടെ മോ സലീം ഷോറാനെ കെട്ടാൻ പോണ്. മൂപ്പ ഈ അടക്കാക്കാരൻ സൈദാലിക്കാരുടെ മോള് സുഹറാണ്. വെറും കല്യാണമല്ല. ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നെയ്ച്ചോറും ബിരിയാണിയും കൊടുത്തിട്ട് സൈദാലിക്ക എന്താ നിങ്ങൾക്ക് വിരോധമുണ്ടാ? ഇത് നമ്മളെ മുന്നേ കണ്ടതാണ്. മനക്കലെ തമ്പുരാക്കന്മാരുടെ മാനം കാക്ക സ്വന്തം മോന്റെ തലവെട്ടി താഴത്തിടാൻ നിങ്ങൾ പഠിക്കൂലെന്ന് ഞമ്മക്കിപ്പോ മനസ്സിലായി. പക്ഷെങ്കില് ഞമ്മടെ ശരീരത്തിന്മേൽ ഓടുന്നത് ഇസ്ലാമിന്റെ ചോരയാണ്. ഞമ്മക്ക് സഹിക്കാൻ കഴിയൂല. ഓർത്തോളി. കൊള്ളാടാ, കൊള്ളാം. നിന്റെ ജിഹാദ് വിളി പള്ളിയിലെ ബാങ്ക് വിളിയേക്കാളും കേമമായിട്ടുണ്ട്. പക്ഷെങ്കിൽ നീ ആരാണെന്ന് നിനക്കറിയില്ല. തെറ്റിട്ട 3-ാം നാൾ ഉമ്മ മയ്യത്തായി. കടത്തുകാരനായ ബാപ്പാക്ക് മുലോടി മാറാത്ത നിന്നെ അയൽവക്കത്തെ വീടുകളിൽ ഏൽപ്പിച്ചിട്ട് വഞ്ചി കുന്നാൻ പോവേണ്ടി വന്ന്. നീ പറഞ്ഞില്ല നിന്റെ ഈ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഇസ്ലാമിന്റെ ചോരയാണെന്ന്. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ കാളിപ്പൊലിയുടെയും ക്രിസ്ത്യാനിയായ കത്രീനയുടെയും മുലപ്പാലാടാ ഈ ശരീരം. ഇതിന്റെ ഉള്ളില് ഇസ്ലാമിന്റെ മാത്രം ചോര എങ്ങനെ ഊറിക്കൂടിയെന്ന് നമുക്കൊന്ന് പറഞ്ഞേടാ. മൂപ്പ, അന്യജാതിക്കാരന് ഉപ്പും ചോറും നിന്ന് വളർന്ന നിങ്ങള് ഇതല്ല ഇതിനപ്പുറവും പറയുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാനുള്ളത് ഇവനിട്ടാണ്. അള്ളാന്റെ ബഹുദങ്ങളെ സാക്ഷ്യത്തിൽ നമ്മൾ പറയുകയാണ്, സൈദാലി മാമാരുടെ മോള് സൂറനെ കേട്ടില്ല. മാമാ, സൂറാനെ കാറ്റിക്കൊണ്ട് നമ്മുടെ അവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചെവിയിൽ നോണിക്കോ. മമ്മൂട്ടിയുടെ ചെങ്കൽ ഊഹം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല. ഞമ്മൾ നടത്തൂല. വാള സൂറ, എന്തായി കാക്ക? എന്നെ ഒന്ന് തുറന്നു വിടൂ. ഇക്കാന്റെ പുന്നാര മോളല്ലേ? തുറക്ക് സൂറ, ഒന്ന് തുറക്ക് സൂറ. വേണ്ട, എന്നിട്ട് കണ്ടവരൊക്കെ പിടിച്ചിട്ട് തല്ലാനല്ലേ? ഇക്കാക്കിനി ആരെയും തല്ലൂല. ഒന്ന് തുറക്ക് സൂറ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ? വന്നിട്ടുണ്ട് പുതുമാരൻ. എഞ്ചിനീയർ നിക്കാതെ കഴിക്കാൻ പോവല്ലേ? ബാപ്പാന്റെ പുന്നാര മോളെ. മാളിക വീട്ടിലെ റാണി. ഏതായാലും നമുക്ക് പഴമക്ക് നെയ്ച്ചോറും ബിരിയാണിയും തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓന്റെ ബാപ്പ മൂപ്പനാര്. പക്ഷെങ്കിലേ മടവാട്ടി അവൻ അന്നെ നമ്മൾ വിടുവില്ല. സൂറ, വാലിനോർക്ക് സൂറ.
ആടിന്റെ തല ഓർമ്മ വരും അല്ലേ? ഉണ്ടാ കണ്ണുകൊണ്ട പേടിയാവും അല്ലേ? നിക്കട്ടാ സൂരാ മോളെ സൂറാവി ബാലുവർക്ക് ദേ സലീമോ എന്താക്കണ് ബാലുവർക്ക് മോളെ സൂറാ ഇവളെവിടെ പോയാവോ? സൂറാവി സൂറാ കാണില്ല അപ്പുറത്തുണ്ടാവും വാ. എന്തി വാ. റബ്ബില്ലാലമീനായ തമ്പുരാനെ എന്തായി കാണുന്നത്? മോളെ സൂറാവി ഞാൻ കൊന്നു 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 മമ്മൂട്ടിക്കാരെ ഞാനോ കൊന്ന് സൂറത്താനെ കൊല്ലാൻ വന്നപ്പോ ഞാനോ കൊന്ന് കൊന്നു വെട്ടി വെട്ടി കൊന്നു. ബുദ്ധൂസേ ഈ ബുദ്ധൂസ്